ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ ഭാഷാ സിനിമകളുടെയും ഒരു സീരീസിന്റെയും അഭിപ്രായമെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട സിനിമ ധീരൻ എന്ന സിനിമയാണ്. ഭീഷ്മപർവം തിരക്കഥാകൃത്ത് ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ കൂടിയ ധീരൻ എന്ന സിനിമയ്ക്ക് എബോ അവറേജ്, ഡീസന്റ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. അവസാനത്തെ 30 മിനിറ്റ് ഒപ്പം തന്നെ ക്ലൈമാക്സ് ഒന്നുകൂടി മികച്ചതാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം വരുന്നതിനോടൊപ്പം തന്നെ സിനിമയിലെ സീനിയർ ആക്ടേഴ്സിനോടൊപ്പം തന്നെ രാജേഷ് മാധവനും മികച്ചു എന്നൊരു അഭിപ്രായം സിനിമ നേരിടുത്തിട്ടുണ്ട്. നോൺ ലീനിയർ കഥയുമായിട്ടെത്തിയ സിനിമ കൂടിയാണ് ധീരൻ. ഇന്ന് റിലീസായ 2 തമിഴ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു സിനിമയാണ് 3 BHK. ട്രെയിലറിനെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിദ്ധാർത്ഥ ഒപ്പം തന്നെ ശരത് കുമാർ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്ക് ട്രെയിലറിന് ലഭ്യമായ വൻ പോസിറ്റീവ് വെച്ച് നോക്കുമ്പോൾ അത്ര വൻ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ഈ സിനിമ നേരിടുത്തിട്ടില്ല. എബോ അവറേജ്, ഡീസന്റ്, പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയിലെ അഭിനേതാക്കളുടെ പെർഫോമൻസിന് മികച്ച അഭിപ്രായങ്ങൾ വരുന്നു. സിദ്ധാർത്ഥന് വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. പരന്തുപൂ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് ഉൾപ്പെടെ അഭിനേതാക്കൾ ഭാഗമായ സിനിമ റാമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ എന്നൊരു അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സ്ക്വിഡ് ഗെയിമിന്റെ 3ാമത്തെ സീസൺ കഴിഞ്ഞ ആഴ്ച റിലീസായിരുന്നല്ലോ. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസിന്റെ അവസാനത്തെ സീസണാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭാഷകളിലടക്കം OTT റിലീസ് ആയിരിക്കുന്നത്. ആദ്യ സീസണിൽ ലഭ്യമായ ആ സ്വീകാര്യത പിന്നീടുള്ള 2ാമത്തെ സീസൺ ആണെങ്കിലും ഇപ്പോഴത്തെ 3ാമത്തെ സീസൺ ആണെങ്കിലും ലഭ്യമാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 3ാമത്തെ സീസണിലെ ആദ്യ എപ്പിസോഡുകൾക്ക് നല്ല അഭിപ്രായങ്ങളും ഏറ്റവും അവസാനം എത്തിയപ്പോൾ മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങളാണ് സീരീസ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഉപ്പ് കാപ്പുറമ്പ് എന്നൊരു തെലുഗു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ആയിരിക്കുന്നു. കീർത്തി സുരേഷ് നായികവേഷത്തിലെത്തിയ സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ആയിരിക്കുന്നത്. ഇന്ന് ആദ്യ ദിവസം വന്ന ചുരുക്കം അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്കും അത്ര മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. വളരെ കുറച്ച് അഭിപ്രായങ്ങൾ മാത്രം നോക്കുമ്പോൾ ആവറേജ്, എബോ ആവറേജിനോടൊപ്പം തന്നെ ബിലോ ആവറേജ് അഭിപ്രായങ്ങളും ഈ കീർത്തി സുരേഷിന്റെ തെലുഗു സിനിമ നേടിയെടുക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമ വാർത്തകൾക്ക്.